ഹലോ നമസ്കാരം രഞ്ജിത്ത്. വളരെ രസകരമായ പല കാര്യങ്ങളും നമ്മുടെ ഇലക്ഷനുകളോടനുബന്ധിച്ച് നമുക്ക് കാണാം. പല ആളുകളും പാർട്ടികൾ മാറുന്നതും മാറിക്കളിക്കുന്നതും ചാടിക്കളിക്കുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയാണ്. അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. വാരണാസി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദി വിജയിച്ച മണ്ഡലമാണ് വാരണാസി. വാരണാസിയിൽ ആരായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? അജയ് റായ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മോഡിയെ കഴിഞ്ഞ തവണ എതിരിട്ടത്. ഏകദേശം 14.8% വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് അന്ന് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് സമാജ്വാദി പാർട്ടിയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണയും മോഡിയെ വാരണാസിയിൽ എതിർക്കുന്നത് കോൺഗ്രസിനു വേണ്ടി അജയ് റായ് തന്നെയാണ്. ആരാണ് അജയ് റായ്? അജയ് റായ് തൻ്റെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് ഏതു പാർട്ടിയിൽ നിന്നാണെന്നറിയാമോ? അജയ് റായ് BJPയുടെ സ്റ്റുഡൻറ് വിങ്ങിലൂടെയാണ് പൊളിറ്റിക്സിലേക്ക് എത്തുന്നത്. അതിനുശേഷം BJPയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്ന് 3 തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും 3 തവണയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതും BJP ടിക്കറ്റിൽ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഒരു BJPക്കാരനായിട്ടാണ് അജയ് റായ് പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. 3 തവണയൊക്കെ നിയമസഭയിൽ ഇരുന്നതല്ലേ, ഇനി ലോക്സഭയിലേക്കൊന്ന് പയറ്റിക്കളയാം എന്ന് വിചാരിച്ചപ്പോഴാണ് BJP അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് ടിക്കറ്റ് നിഷേധിക്കുന്നത്. അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചു. പക്ഷേ ദാരുണമായ പരാജയമായിരുന്നു ഫലം. അതോടുകൂടി സമാജ്വാദി പാർട്ടി നമുക്ക് പറ്റിയ പാർട്ടിയല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെയാണ് 2012 അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത്. കോൺഗ്രസിൽ അദ്ദേഹം പലതരത്തിലുള്ള കളികൾ കളിച്ചു. അതിനുശേഷം കോൺഗ്രസിൽ നിയമസഭാ ടിക്കറ്റ് ഉറപ്പിക്കുകയും നിയമസഭയിലേക്ക് 2 തവണ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതിനിടയിൽ അദ്ദേഹം ലോക്സഭയിലേക്കും ഇടയ്ക്കൊന്ന് പയറ്റി നോക്കി. മോഡിയെ തന്നെ എതിരിട്ട് നോക്കി. പക്ഷേ വീണ്ടും പരാജയപ്പെട്ടു. 2024 ഇതാ മോഡിയെ എതിർക്കാൻ അജയ് റായ് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ തുരുപ്പുശീട്ടായിട്ടുള്ളത്. പണ്ട് BJPക്കാരനായ അജയ് റായ് BJPയുടെ ഏറ്റവും ശക്തനായ നേതാവിനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ ചെന്ന് തന്നെ നേരിടുന്നു. ഇന്ന് ഉത്തർപ്രദേശിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും അജയ് റായ് തന്നെയാണെന്നുള്ളത് വളരെ രസകരമായ മറ്റൊരു കാര്യം.